ഇന്ത്യ-പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന്റെ ലംഘനം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തലിന് ധാരണയായെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണവും ഷെല്ലിംഗും തുടർന്നു. പാക് പ്രകോപനത്തെ അപലപിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായി പ്രതികരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിരുന്ന ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു. കര, വ്യോമ, നാവികസേനാ നടപടികളെല്ലാം നിർത്തിവയ്ക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും തുടർച്ചയായി പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായത്. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടർന്നു. ശ്രീനഗർ, ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണവും ഉണ്ടായി. 2 മണിക്കൂറിലധികം നീണ്ട പാക് പ്രകോപനത്തിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പിന്നാലെ പട്ടാൻകോട്ട്, ബാരാമുള്ള, കത്വ, ഉദ്ധംപൂർ എന്നിവിടങ്ങളിലും രാജസ്ഥാനിലെ ബാർമറിലും പഞ്ചാബിലെ ഫിറോസ്പൂരിലും ഹരിയാനയിലെ അംബാലയിലും ഗുജറാത്തിലെ കച്ചിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. കച്ചിൽ ഡ്രോണുകൾ കണ്ടെത്തിയെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി അറിയിച്ചു. ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചു. സ്ഫോടന ശബ്ദം കേട്ടത് വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ നിർവീര്യമാക്കിയതിൻ്റേതാകാമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഓൺലൈനായി യോഗം ചേർന്നു. രാത്രി വൈകി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെടിനിർത്തൽ ധാരണ ലംഘിച്ചുള്ള പാക് പ്രകോപനം സ്ഥിരീകരിച്ചു. ധാരണയ്ക്ക് വിരുദ്ധമായി പാകിസ്ഥാന്റെ പ്രകോപനം നിന്ദനീയമെന്നും വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടെ ഇടപെടണമെന്നും വിക്രം മിശ്രി പറഞ്ഞു. For the last few hours there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. അതിർത്തിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. The armed forces are maintaining a strong vigil on the situation. They have been given instructions to deal strongly with any instances of a repetition of the violations of the borders along the international border as well as the line of control. ഇന്ത്യ-പാക് DGMO തല ചർച്ചകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ആക്രമണം നിർത്തിയത്. പിന്നാലെ അതിർത്തി മേഖലകളിലെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു. ജമ്മുവിലും ബാരാമുള്ളയിലും ശ്രീനഗറിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.